ഇതിനായിട്ട് വേണ്ടത് ഉജാല, വിനാഗിരി, ഷാമ്പു. ഇത് മൂന്നും മാത്രം മതി. നല്ലൊരു ക്ലീനിങ് ഏജൻറ്റാണ് നമ്മുടെ വിനാഗിരിയും അതേപോലെ തന്നെ ഉജാലയും. അപ്പോൾ ഞാൻ അതിനായിട്ട് 1/2 ഗ്ലാസ് നമ്മുടെ വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനകത്ത് ഒരു 5-6 ഡ്രോപ്പ് ഉജാല. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 3-4 തുള്ളി ഷാമ്പു. അപ്പോൾ ഷാമ്പു ഒഴിച്ചു കൊടുത്തെന്ന് പറഞ്ഞാൽ പാത്രത്തിനൊന്നും ഒരു സ്മെല്ലും കാണത്തില്ല. അപ്പോൾ നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കുക. ഇത് മൂന്നും കൂടെ ചേരുമ്പോഴത്തേന് നല്ലൊരു സൊല്യൂഷനാണ്. നമ്മുടെ ക്ലീനിങ്ങിന് പറ്റിയ ഒരു നല്ല അടിപൊളി സൊല്യൂഷൻ തന്നെയാണ്. അപ്പോൾ ഇത് മൂന്നും കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ കയ്യിൽ എന്നും നമ്മൾ കുടിക്കുന്ന ഗ്ലാസിൻ്റെ കറ, അതേപോലെ തന്നെ പ്ലേറ്റ്, എന്താണേലും സ്റ്റീലിൻ്റെ ആണെങ്കിലും അതേപോലെ കുപ്പി പ്ലേറ്റ് ആണെങ്കിലും എല്ലാം ഇതൊന്ന് തൊട്ടാൽ മാത്രം മതി. നല്ല അടിപൊളിയായിട്ട് ക്ലീനായി കിട്ടും. അപ്പോൾ ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ സ്ക്രബ്ബർ വെച്ച് വെറുതെ ഒന്ന് തൊട്ടിട്ട് ഗ്ലാസ്സൊക്കെ തേച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മളെന്നും ജ്യൂസൊക്കെ കുടിക്കുന്ന ഗ്ലാസ്സിനകത്തൊക്കെ നല്ല രീതിയിൽ കറയൊക്കെ കാണും. അപ്പോൾ ഗ്ലാസ്സൊക്കെ നല്ല പളുങ്ക് പോലെ വെട്ടിത്തിളങ്ങും. അതേപോലെ തന്നെ നമ്മുടെ ഈ തട്ട് കണ്ടോ, ഇപ്പോൾ ഗ്ലാസിൻ്റെ തട്ട്, ഇപ്പോൾ ഞാനെല്ലാം ഗ്ലാസിൻ്റെയാണ് കാണിക്കുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് സ്റ്റീൽ പാത്രം നല്ല അടിപൊളിയായിട്ട് വെളുപ്പിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാ തട്ടും ഇതേപോലെ ഒന്ന് തേച്ചെടുക്കുകയാണ്. ഒന്നും തന്നെ വേണ്ട. അപ്പോൾ അതുകൊണ്ട് ഗ്ലാസ് കഴുകി കാണിച്ചു തരാം. നല്ല രീതിയിൽ വെട്ടിത്തിളങ്ങുന്നുണ്ടോ. അപ്പോൾ നിമിഷ നേരം കൊണ്ട് നമുക്ക് എത്ര പാത്രം വേണമെങ്കിലും ഇതേപോലെ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് തേച്ചിടുകയും ചെയ്യാം. പ്രത്യേകിച്ച് വിനാഗിരിയും കൂടെ ആകുമ്പോഴത്തേനും നല്ല ഒരു ഇത് തന്നെയാണ്. അതേപോലെ ഗ്യാസ് അടുപ്പിൻ്റെ ഭാഗങ്ങളെല്ലാം നമുക്ക് ഈ ഒരു സൊല്യൂഷൻ വെച്ച് തന്നെ തേച്ചെടുക്കാം. എത്ര നമ്മൾ അഴുക്കായിട്ട് കിടക്കുന്ന ഗ്യാസ് സ്റ്റോപ്പുകൾ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ വെച്ച് നല്ല അടിപൊളിയായിട്ട് ക്ലീനാക്കി എടുക്കാവുന്നതാണ്. പാടും എല്ലാം പോയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ മുകളിലായിട്ട് ഒന്ന് വെറുതെ ഇത് വെച്ചൊന്ന് തേച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് അതിനകത്തുള്ള ആ സ്ക്രാച്ചോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും അതെല്ലാം പോയിട്ട് നല്ല കണ്ണാടി പോലെ വെട്ടിത്തിളങ്ങി നമുക്ക് കാണാൻ പറ്റും. തെറിക്കുന്ന എണ്ണ അതെല്ലാം പോയിട്ട് നമ്മുടെ ഈ അതേപോലെ തന്നെ നമ്മൾ ലൈറ്ററൊക്കെ എടുത്ത് വയ്ക്കുമ്പോൾ പോറൽ, ഗ്യാസ് അടുപ്പിൻ്റെ മുകളിൽ പോറൽ എല്ലാം മാറിയിട്ട് അതിൻ്റെ സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല. അതിന് നല്ല കണ്ണാടി പോലെ വെട്ടിത്തിളങ്ങുന്ന കാണാം. ഇനി ഗ്യാസ് അടുപ്പ് അതിൻ്റെ മുകൾ ഭാഗത്ത് കണ്ട ഒരു പോറലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തത് മനസ്സിലാവും. ഇതേപോലെ തന്നെ സ്റ്റീൽ പാത്രങ്ങളും നല്ല വെള്ളി പോലെ തിളങ്ങും. ഇതേപോലെ ഒന്ന് വെച്ച് തേച്ച് കൊടുത്താൽ. അപ്പോൾ അതുകൊണ്ട് സിങ്ക് കഴുകിയെടുക്കുമ്പോൾ നോക്കണം. സിങ്ക് നല്ല രീതിയിൽ അഴുക്കുണ്ടായിരുന്നു. ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഉണ്ടോ, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തേച്ചരച്ച് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. ടാപ്പൊക്കെ നല്ല രീതിയിൽ തിളങ്ങുന്നുണ്ടോ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക. ഉജാലയും അതേപോലെ തന്നെ ഷാമ്പു ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഡിഷ് വാഷ് കുറച്ച് ഒഴിച്ചാലും മതി. അതേ ജസ്റ്റ് ഒന്ന് ബ്രഷ് വെച്ചൊന്ന് തേച്ച് കൊടുത്താൽ മതി. അപ്പം നല്ല രീതിയിൽ അഴുക്കിളകി കിട്ടും. ആ ടൈലിൻ്റെ ഇടയിലുള്ള അഴുക്കെല്ലാം ഇളകിയിട്ട് നല്ല ക്ലീനായിട്ട് കിട്ടും. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ ഇതേപോലെ നമുക്ക് ക്ലോസറ്റിലും തേച്ച് കഴുകാൻ പറ്റും. ഇപ്പോൾ ഞാൻ ക്ലോസറ്റൊന്നും കാണിക്കുന്നില്ല. പെട്ടെന്ന് ടൈല് നമുക്ക് കഴുകിയെടുക്കാം. അതുകൊണ്ട് ഇനിയിപ്പോൾ കഴുകി ഉണങ്ങിയ ടൈല് നോക്കി നല്ല അടിപൊളിയായിട്ട് ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്.